അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കണ്ണൂരിൽ നിന്നും കൊയ്യം എന്ന പ്രദേശത്തുള്ള വ്യക്തിയാണ്. എൻ്റെ ചോദ്യം എന്ന് വിചാരിച്ചാൽ ഇസ്ലാം ടെററിസവുമാണ്. അതായത് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ടെററിസത്തെ അഥവാ തീവ്രവാദത്തെ ഇസ്ലാമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും ഇസ്ലാമിലാണ്. അതൊന്ന് വിശദീകരിച്ച്. ഏറ്റവും കൂടുതൽ ടെററിസത്തെ എതിർക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിലാണ് ഏറ്റവും കൂടുതൽ ടെററിസത്തെ കാണുന്നത്. ഇതൊന്ന് വിശദീകരിക്കണം എന്നാണ് സുഹൃത്തിൻ്റെ പ്രശ്നം. ഇസ്ലാമിൽ ഒരു ടെററിസവും അല്ല. മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ന്യൂനപക്ഷത്ത് ചിലപ്പോൾ ടെററിസ്റ്റുകളായേക്കാം. ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, മുസ്ലിങ്ങളുടെ കുഴപ്പവും അതോടൊപ്പം മുസ്ലിങ്ങളെ അങ്ങനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളോ ഇസ്ലാമിക ആദർശമോ ഒന്നും തന്നെ ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദം എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു? ആ പ്രതിഭാസത്തിന് പിന്നിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട്. ആ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മീഡിയ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നടത്തുന്ന പരിശ്രമങ്ങൾ അതിന് പിന്നിലുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഫലമായി, മീഡിയ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമായി ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയ മുസ്ലിം സഹോദരങ്ങളുടെ ആ ചെയ്തികളും അതിന് പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്ന സാമ്രാജ്യത്വം, മുതലാളിത്തം. അവർക്ക് ഇസ്ലാം വലിയ ശത്രുവാകുന്നത് അതിന്റെ ആദർശപരമായ സവിശേഷത കൊണ്ടാണ്. അതോടൊപ്പം മുസ്ലിം രാഷ്ട്രങ്ങൾ ശത്രുക്കളാകുന്നത് അവിടെ എണ്ണയുള്ളത് കൊണ്ടാണ്. ഇവിടെ എണ്ണയുള്ള സ്ഥലങ്ങൾ തങ്ങളുടെ അധീശത്വത്തിൽ വരണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ആദർശം, അവരുടെ കച്ചവട താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇസ്ലാമിക ആദർശം, സ്വന്തം ശരീരത്തെ വിറ്റ് കാശാക്കാൻ പെണ്ണിനെ പഠിപ്പിക്കുന്ന, സ്വന്തം സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് നടത്താൻ പെങ്ങളെയും അമ്മയെയും ഉപദേശിക്കുന്ന, ജനങ്ങളെ ലഹരി പിടിപ്പിക്കുവാൻ, അങ്ങനെ ആ ലഹരിയിൽ നിന്ന് തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കച്ചവടക്കാരെ ഉപദേശിക്കുന്ന, പലിശയും ലോട്ടറിയും മൂലം കച്ചവടത്തെ സ്നിഗ്ധമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തത്തിന് സാമ്രാജ്യത്വത്തിന് ഇസ്ലാമിക ആദർശങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നടുവിലുള്ള ഒരു വിഘാതമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം, ഇസ്ലാമിനെ തമസ്കരിക്കണം, ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ ഈ രൂപത്തിൽ അവതരിപ്പിക്കണം. ഒന്നാമതായി, എന്തിന്? ആരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കരുത്, ഇസ്ലാം ഒരു പ്രാകൃതമായ കൊള്ളരുതാത്ത വൃത്തികെട്ടൊരു ആദർശപാടി എന്ന് ജനം മനസ്സിലാക്കണം. ചിന്തിക്കുന്ന ആളുകളൊന്നും ഇസ്ലാമിനെ കുറിച്ച് ബുദ്ധിപരമായി പഠിക്കാൻ തയ്യാറാകരുത്. ഇതിനു വേണ്ടി മുതലാളിത്തത്തിന്റെ ആയുധമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിത്തം പ്രചരിപ്പിച്ച, സാമ്രാജ്യത്വം പ്രചരിപ്പിച്ച ഒരു ആശയമാണ് ഇസ്ലാമിക് ടെററിസം എന്ന ആശയം. ഈ ആശയം മീഡിയ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മീഡിയയുടെ സവിശേഷത, അത് എന്തിനെതിരെയാണോ ഒരു ആയുധം പ്രയോഗിക്കുക അതിനെ തന്നെ അതിന്റെ ശത്രുവാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കി തീർക്കുകയും അങ്ങനെ തങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവ് കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ മീഡിയ ഒരു ചെറിയ പരിധി വരെ വിജയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മീഡിയ പറഞ്ഞു കൊടുക്കുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും അങ്ങനെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുവാനും വളരെ ന്യൂനപക്ഷം മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഇസ്ലാമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, മറിച്ച് മുതലാളിത്തമാണ്, സാമ്രാജ്യത്വമാണ്, അവരുടെ മീഡിയയാണ്, അവരുടെ ആശയങ്ങളിൽ നിന്ന് ആശയങ്ങൾ കടം കൊണ്ട ചിന്തകന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക പ്രമാണങ്ങൾ ആ രൂപത്തിലുള്ള ഭീകരവാദം പ്രചരിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല.